ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് പനീർ മസാല ഉണ്ടാക്കിയാലോ. പനീർ മസാല വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ: ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, മല്ലിയില, പിന്നെ പനീർ, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പം കാണുക, ഇത് കണ്ടോ, ഇത് കാപ്സിക്കമാണ്. കാപ്സിക്കത്തിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയണം. കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം അരിഞ്ഞ് തീർന്ന്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ പനീർ നമ്മൾ തന്നെ ഈ തവയ്ക്കകത്തോട്ട് ഈ പനീർ ഇട്ടതിന് ശേഷം ഇതിനൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടുള്ള നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുകൊണ്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനൊരു ഗോൾഡൻ കളർ വരണം നല്ല രീതിയിൽ. ഇതേ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി. അന്ന് നമ്മൾ അതിൻ്റെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ മാറും. അതിനുശേഷം എണ്ണയൊക്കെ തോന്നുന്നതിന് ശേഷം ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഈ പനീരെല്ലാം മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാൻ എടുത്ത് എന്നിട്ട് ആ എണ്ണ ഉണ്ട്. ഈ എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്ത എണ്ണയാണ്. അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഇങ്ങോട്ട് ഒഴിക്കുന്നത്.
ഇപ്പം നമ്മുടെ പനീർ ഫ്രൈ റെഡി.